സ്വാഗതം പ്രിയരെ, ഇന്നത്തെ ടാരോ കാർഡ് റീഡിലേക്ക് ഈ ആഴ്ച നിങ്ങൾ എന്ത് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതിനുള്ള ടിപ്സാണ്. ഇത് നമ്മുടെ ആന്തരിക ശക്തി, അതായത് ഇന്നർ സെൽഫ് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത് നമ്മുടെ ഔട്ടർ സെൽഫ്, അതായത് ബുദ്ധി എന്ന് പറയണമെന്ന്. ആദ്യത്തേത് ഹാർട്ട്, രണ്ടാമത്തേത് നമ്മുടെ ബ്രെയിൻ. എന്തുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത് നമ്മൾ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ 4 കാർഡുകൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്താണ് നിങ്ങളുടെ ആന്തരിക ശക്തി, ഇന്നർ സെൽഫ് പറയുന്നത് നോക്കട്ടെ. ക്വീൻ ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡാണ്. ക്വീൻ ഓഫ് സോർട്സ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടൊരു വനിതയുടെ കാർഡാണ്. ഉദാഹരണത്തിന് ലേഡി മാക്ബത്ത് എന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. അതായത് ഈ കാർഡ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഇറങ്ങി ചെയ്യാൻ പറയുന്നു, നിങ്ങളുടെ ശക്തി ഉപയോഗിക്കാൻ പറയുന്നു. പക്ഷേ ഇതാണ് നിങ്ങളുടെ ആന്തരിക ഇത് പറയുന്നത്. ഔട്ടർ സെൽഫ് എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സമാനമായിട്ടുള്ള കാര്യം തന്നെയാണ്. മജീഷ്യൻ എന്ന് പറയുന്ന മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. അതായത് നിങ്ങൾക്ക് നേടാനുള്ള എല്ലാ റിസോഴ്സും ഈ ലോകത്തുണ്ട് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ 2 കാർഡൊന്ന് ചേർന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു ശകനമാണ്. ആന്തരിക ശക്തി മുന്നോട്ട് പോകാൻ പറയുന്നു, ബാഹ്യശക്തി മാനിഫെസ്റ്റ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം അടുത്ത് തന്നെ നേടണം, അങ്ങനെ നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വിജയം കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. ഇതും വളരെ പവർഫുൾ എനർജി ഉള്ളൊരു കാർഡാണ്. അതായത് ഒരുപാട് ധനസമ്പത്തും ഒരുപാട് റിച്ചും ഇതുണ്ടായിരുന്ന ഒരു പാസ്റ്റ് നിങ്ങൾക്കുണ്ട്, ഒരു സമൃദ്ധിയുടെ എന്നുള്ളതാണ് പറയുന്നത്. ഇനി എവിടേക്കാണ് നമ്മൾ പോകുന്നതെന്ന് കൂടി നമുക്കറിഞ്ഞാൽ വളരെ സന്തോഷം. അപ്പോൾ 8 ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതും ഒരു പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. അതായത് വേദനാജനകമായിട്ടുള്ളൊരു കാലഘട്ടം കഴിഞ്ഞ് പുതിയതിലേക്കാണ് നമ്മൾ നടക്കുന്നത്. നമുക്കൊരുപാട് എനർജി ഉണ്ട്, അതാണ് ഈ ചുവപ്പ്. അപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ നോക്കിയാൽ ഒരു ചുവപ്പ് കളർ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈ കാർഡിൽ കാണാൻ പറ്റും, എല്ലാ കാർഡുകളിലും. അപ്പോൾ ഇന്നത്തെ റീഡ് വളരെ നല്ലൊരു റീഡാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ആന്തരികമായിട്ട് ഇപ്പോൾ എന്തെങ്കിലും പുതിയ ബിസിനസ്സോ പുതിയ കാര്യങ്ങൾ പഠിക്കാനോ പുതിയ ജോലിയോ എന്തെങ്കിലും തേടുന്നുണ്ടെങ്കിൽ, നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് അലൈൻമെൻറ്റിലാണ് കാർഡുകൾ വന്നിട്ടുള്ളത്. ഐ വിഷ് യു ഗുഡ് നൈറ്റ്.